ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന അപ്കമിങ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പവിത്രം ഫാൻസിനൊക്കെ വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. നാളെ തുടങ്ങേണ്ട സീരിയൽ വീണ്ടും നീട്ടി വെച്ചിരിക്കുകയാണ്. അതിന് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ടൈമിങ്ങും കാര്യങ്ങളൊന്നും ഇതുവരെ സെറ്റ് ആയിട്ടില്ല. പുതിയ സീരിയൽ വരുന്നുണ്ട്, അതിനിടയ്ക്ക് ബിഗ് ബോസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ടൈം നോക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടിട്ടായിരിക്കും എന്തായാലും നമ്മുടെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ വിക്രം ജയിലിലാണ് കിടക്കുന്നത്. വിക്രത്തിനെ കാണാൻ വേണ്ടി ഓരോരുത്തരും മാറി മാറി വരുന്നുണ്ട്. ശ്രീകാര്യം ശ്രീനിവാസൻ വരുന്നുണ്ട്, അമ്മ വരുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ട്, ഏടന്മാരും ഏടത്തിമാരും എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ തന്റെ വേദ മാത്രം വരുന്നില്ല. അതിൽ നല്ല വിഷമമുണ്ട് വിക്രത്തിന്. അച്ഛനും അമ്മയും വരുമ്പോഴൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട്, വേദ എവിടെ? അവൾ എന്താ വരാത്തത്? അവളെ കാണുന്നില്ലല്ലോ. അവൾക്ക് എന്തു പറ്റി? അവൾ വീട്ടിൽ പോയോ? അവൾക്ക് എന്തിനു സംഭവിച്ചോ എന്നൊക്കെ വിക്രം ചോദിക്കുമ്പോഴേക്കും ആദ്യമൊക്കെ കമലയും മാഷും നോണ പറയും. അവൾക്ക് ഇങ്ങനെ ഭയങ്കര വിഷമവും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരാത്തതെന്നൊക്കെ പറയും. പിന്നെ വർഷങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കണല്ലേ. വിക്രത്തിന് മനസ്സിലായി വേദയ്ക്ക് എന്തോ സംഭവിച്ചു. അവസാനം നമ്മുടെ മാഷും കമലയും കൂടി സത്യമായിട്ട് പറയാണ്, വേദന കാണുന്നില്ല, അവൾ ഇവിടെ ഇല്ല, അവളെ അന്വേഷിക്കുന്നുണ്ട്, ജഡ്ജി സാറൊക്കെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. നിന്നെ അന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയം തന്നെയാണ് അവളും മിസ്സിംഗ് ആണ്. എന്ത് സംഭവിച്ചു, എന്ത് പറ്റിയോ ഒന്നും തന്നെ അറിയില്ലെന്ന് പറയാണ്. ഇത് കേൾക്കണം വിക്രത്തിന് താങ്ങാൻ പറ്റാണ്ട് വിക്രം അവരോട് പോലും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ്. അതിനുശേഷം വിക്രം ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല വിക്രത്തിന്. കാരണം വേദയ്ക്ക് ഇതിൽ അപകടവും സംഭവിച്ചു. അങ്ങനെയാണ് വിക്രം ആലോചിക്കുന്നത് കേട്ടോ. വിക്രം അവിടെ നിന്ന് നിലവിളിച്ച് അലറി വിളിച്ച് കരയാണ് ചെയ്യുന്നത്. ആ സമയം വേദിയാണെന്നുണ്ടെങ്കിൽ താനിനെ ആരെയും ശല്യമാവില്ല, ആരെയും ശല്യപ്പെടുത്തത്തുമില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു നാട്ടില് ബോംബെയിലും മുംബൈയിലൊക്കെ അങ്ങനെ അവിടുത്തെ തെരുവുകളിലൊക്കെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കാണ്. ഗർഭിണിയായ വേദയ്ക്ക് എവിടെ പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. അങ്ങനെയാണ് വേദയ്ക്ക് ഒരു കൂട്ടുകാരനെ കിട്ടുന്നത്. കൂട്ടുകാരുടെ കൂടെയാണ് പിന്നീട് വേദ സമയം ചെലവാക്കുന്നത് കേട്ടോ. കൂട്ടുകാർ വേദയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കുന്നുണ്ട്. വേദയ്ക്ക് മാത്രമല്ല കുഞ്ഞിന് ആവശ്യമുള്ളതും എല്ലാം വാങ്ങിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നിട്ട് കൂട്ടുകാരുടെ അടുത്തുന്ന സഹായത്തോടെ വേദ പഠിച്ച് വേറൊരു നിലയിലേക്ക് എത്തുന്നത്. ഈ വക്കീൽ ഉദ്യോഗസ്ഥൊക്കെ ആ ഒരു ജോലിയൊക്കെ വേദ ഉപേക്ഷിക്കുകയാണ് പാടെ. വേദ പഠിച്ച് അങ്ങനെ വേറൊരു നിലയിലേക്ക്, അതായത് വേദ ഒട്ടും പരിചയമില്ലാത്ത പ്രൊഫഷണലിലേക്ക് പോലും വേദ കടക്കുന്നുണ്ട് പഠിച്ച് ജയിച്ചിട്ട്. അതേസമയം നമ്മുടെ വിക്രം ആണെന്നുണ്ടെങ്കിൽ ജയിലിൽ ഓരോരോ സെക്കൻഡ് തന്നെ വേദ എവിടെ ഉണ്ടെങ്കിൽ കാണാൻ വരേണ്ട സമയം കഴിഞ്ഞു, പക്ഷെ വേദ വരുന്നില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? വേദ മരണപ്പെട്ടോ എന്ന് പോലുമാണ് വിക്രം ആലോചിക്കുന്നത് കേട്ടോ. വിക്രത്തിന്റെ വേദനയും ജീവിതത്തിലേക്ക് രണ്ടുപേര് കടന്നു വരുന്നുണ്ട്. അതെ, ഇവരെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ടുപേരാണത്. അപ്പൊ അവർ രണ്ടുപേരും ഇവരെ പോലെ തന്നെ പിരിഞ്ഞ രണ്ടുപേരാട്ടോ. അങ്ങനെ അവര് ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ ഭർത്താവായിട്ടുള്ള കമ്മീഷണറെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളിക്കാരത്തിനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വേദ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്താണ് ആ പുള്ളിക്കാരൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ വേദയും ആ പുള്ളിക്കാരൻ തമ്മിൽ സംസാരിച്ച് അവർ തമ്മിൽ കൂട്ടാവുകയും അതുപോലെ തന്നെ വേദന നല്ലൊരു കൂട്ടുകാരനായി മാറുകയും ചെയ്യും. ഇവളാണെങ്കിൽ ഇതിന്റെ ഭാര്യയാണെങ്കിൽ ഇവിടെ നാട്ടില് അവനെ കുറിച്ച് അലച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദക്കും വിക്രത്തിനും ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട്. ഒരു പെൺകുഞ്ഞാണ്. 5 വയസ്സായി ഇപ്പൊ പ്രായം. പക്ഷെ ആ കുഞ്ഞ് ജനിച്ചെന്ന് പോലും വിക്രത്തിന്റെ വീട്ടുകാർക്കോ വിക്രത്തിനോ ഒന്നും അറിയില്ല. വേദ ഇനി ആ കുട്ടിയായിട്ട് നാട്ടിലേക്ക് വന്നാൽ പോലും ഇത് ആരുടെ കുഞ്ഞാണ്, വേദയ്ക്ക് വേറെ ആരോ കല്യാണം കഴിച്ച അതിലുണ്ടായ കുഞ്ഞാണെന്ന് പോലും അവര് പറയും. കാരണം വിക്രത്തിന്റെ ഇതില് വേദക്ക് കുഞ്ഞും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വേദ വേറൊരു വിവാഹം കഴിച്ചു. അവളുടെ കയ്യിൽ താലിയുണ്ട്, കയ്യിലൊരു കുഞ്ഞുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? അവർക്ക് വേറെ വിവാഹം കഴിച്ച് വേറെ കുടുംബമായിട്ട് കുട്ടികളായിട്ട് ഇപ്പൊ ജീവിക്കുകയാണ്. അങ്ങനെ ഇനി പറയുള്ളൂ. എന്തായാലും അത് വിക്രത്തിന്റെ കുഞ്ഞാണെന്ന് വിക്രത്തിനെ പോലും അത് വിശ്വസിക്കാൻ പറ്റില്ല. കുഞ്ഞ് ആദ്യം കാണുമ്പോൾ തന്റെ കുഞ്ഞ് തന്നെയാണോ എന്നുള്ളത്. കാരണം വിക്രത്തിന് അറിയില്ലല്ലോ വേദ ഗർഭിണിയാണെന്നും വേദ ജീവനോടെ ഉണ്ടോന്ന് പോലും വിക്രത്തിന് ഇപ്പോഴും അറിയില്ല. എന്തായാലും തമിഴിനെക്കാണ് നല്ല വ്യത്യാസമുണ്ട് മലയാളത്തിൽ. തമിഴിൽ ഇങ്ങനെയൊന്നും അല്ല. ഇപ്പൊ പ്രൊമോ കാണിച്ചു നോക്കുകയാണെങ്കിൽ തമിഴിൽ ഇങ്ങനെയല്ല. ഏറെക്കുറൊക്കെ വേദ നാട് വിട്ടു പോകുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. വിക്രം ജയിലിൽ കിടക്കുന്നതും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ഈ 2 പുതിയ കഥാപാത്രങ്ങളും വരുന്നില്ല. അതുപോലെ തന്നെ ഈ മാഷ് ഉണ്ടല്ലോ, വിക്രത്തിന്റെ അച്ഛൻ മരിക്കുന്നുണ്ട്. പിന്നെ വേദയുടെ അമ്മ ഉണ്ടല്ലോ, വേദയുടെ അമ്മയും മരിക്കും. അപ്പൊ അവരൊക്കെ ഇപ്പോഴും ജീവനോടെ നമ്മുടെ പവിത്രം സീസൺ 2 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കുറെ കഥ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ബാക്കി ആ ഒരു ഹിന്ദും കാര്യങ്ങളൊക്കെ തമിഴിലെ പോലെ തന്നെയാണ് ഏറെക്കുറെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ പവിത്രം സീരിയൽ എപ്പോ വരുമെന്ന് നമുക്കൊന്നും അറിയില്ല. ഇനിയിപ്പോ ജൂൺ 1-ാം തീയതിയോ ജൂൺ 10-ാം തീയതിയോ ഒക്കെ ആകുമെന്നൊക്കെ പറയുന്നത് അറിയില്ല. എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ ആദ്യം മുതൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അതായത് റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനിടയിൽ പ്രൊമോസും ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷന്റെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ എല്ലാം തന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.